वक्रतुण्ड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമഃ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിലെ ഫലങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മെയ് മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. മേടൻ രാശിയിൽ രവിയും ശുക്രനും, ഇടവം രാശിയിൽ വ്യാഴവും, കന്നി രാശിയിൽ കേതുവും, കുംഭൻ രാശിയിൽ ശനിയും, മീനൻ രാശിയിൽ ബുധനും, കുജനും സർപ്പിയും. പിന്നെ ചന്ദ്രൻ മെയ് മാസം 1-ാം തീയതി മകരൻ രാശിയിലുമാണ്. ചന്ദ്രൻ 2.25 ദിവസത്തിൽ അടുത്തടുത്ത രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള 2.25 നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. മകരം രാശിയിലുള്ള ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മകരലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ, ചന്ദ്രൻ്റെ ദശ, കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശനിയുടെ ദ്വിതീയ ഭാവസ്ഥിതി ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും. ഏത് കാര്യം ചെയ്യുമ്പോഴും 1-2 വട്ടം ആലോചിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത്. പൂർവികരുടെയും ധർമ്മദൈവങ്ങളുടെയും ഒക്കെ അനുഗ്രഹം നിറഞ്ഞൊരു സമയമാണ്. ബുദ്ധിചാതുര്യം വർദ്ധിക്കും. കലാ, സാഹിത്യം എന്നിവയിലൊക്കെ താല്പര്യം വർദ്ധിക്കും. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. യോഗ, ധ്യാനം എന്നിവയിൽ കൂടുതൽ താല്പര്യം കാണിക്കും. ഉല്ലാസയാത്രയ്ക്കുള്ള യോഗം, നീണ്ട ദൂരയാത്രയ്ക്കുള്ള യോഗവുമൊക്കെ കാണുന്നു. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ യോഗമുള്ളൊരു സമയം തന്നെയാണ്. വീട്ടിലേക്കുള്ള ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിച്ചേർക്കും. കുടുംബപരമായി സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നു ചേരും. സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും. സഹോദരങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭിക്കും. ലഭിക്കുന്ന ഒരു മാസം തന്നെയാണ്. വസ്തു വിൽപ്പന നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത്. മാതാവുമായും മാതൃബന്ധുക്കളായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കാണുന്നു. സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. എങ്കിലും സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ചെലവുകളും ഉണ്ടാകും. ആരോഗ്യപരമായി സമയം അനുകൂലമായി കാണുന്നു. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത്. ദമ്പതികൾ തമ്മിൽ ഐക്യതയൊക്കെ വർദ്ധിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പിതാവിൽ നിന്നുള്ള ധനവരവും ധനച്ചെലവും കാണുന്നുണ്ട്. മൂത്ത സഹോദരങ്ങൾ ഉറ്റമിത്രങ്ങളൊക്കെ ഒത്ത് യാത്ര പോകാനുള്ള യോഗവും കാണുന്നു. പൊതുവെ ഈ മാസം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ രാശിക്കാർക്ക് കാണുന്നത്. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.